ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗായ്സ്, ഇന്ന് നമ്മൾക്ക് അധികം പുതിയ സാധനങ്ങളുണ്ട് ഗായ്സ്. സോ നമ്മൾ പിന്നെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഗായ്സ്, നമ്മൾ അന്ന് വീഡിയോ കാണിച്ച ആ സിവിക്കാണ് ഗായ്സ് ഇപ്പോൾ കിടക്കുന്നത്. കണ്ടില്ലേ, കളറും ടയറും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഈ കളർ മാറ്റിയതിൻ്റെ ഈ ഒരു ഫോട്ടോ ഞാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിലിട്ടായിരുന്നു. സോ അത് കാണാത്തവർ സോൾ സ്പിരിറ്റ് SNR ഗെയിമിംഗ് എന്നാണ് ഇനിയും പേര്, അത് ഞാൻ മാറ്റും. സോ അത് കാണാത്തവർ അതിൽ പോയി ചെക്കൗട്ട് ചെയ്താൽ മതി. സോ ഗൈസ്, കുറച്ച് പുതിയ കാറുകളുണ്ട്. പിന്നെ നമ്മൾ LC ചെറുക്കൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഗൈസ് ഉള്ളത്, അതുകൊണ്ട് LC ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് വീഡിയോ തൊട്ട് LC ഉണ്ടാവുന്നതായിരിക്കും ഗൈസ്. സോ ഒട്ടും സമയം വേസ്റ്റ് ആക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. ഓ മോനെ, സീരിയസ് സൗണ്ട്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഞാൻ നിങ്ങൾക്ക് ആ വണ്ടികളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, കുറച്ചല്ല കുറേ അധികം പുതിയ അടിപൊളി കാറുകളുണ്ട്. ഗൈസ്, ഇപ്പോഴേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്, നമ്മുടെ പഴയ ഒരൊറ്റ വണ്ടി പോലും ഇല്ല, എല്ലാം പോയി. എക്സെപ്റ്റ് നമ്മളുടെ ഇത് ഗൈസ്, ലാൻഡ് ക്രൂസറും സിവിക്കും ഒഴികെ ബാക്കി എല്ലാം നമ്മൾ വിറ്റ് ഒഴിവാക്കി പുതിയ വണ്ടികളായി. അടില്ലേ. സോ ഗൈസ്, എല്ലാ വണ്ടികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റും തുടങ്ങണം ലാസ്റ്റും തുടങ്ങണം. അല്ല വേണ്ട ഗൈസ്, നമുക്ക് ലാസ്റ്റ് തന്നെ നോക്കാം. ഗൈസ്, കുറച്ച് ലാഗുണ്ട്, അത് ഞാൻ സെറ്റാക്കിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ ലാസ്റ്റിലേക്ക് പോവാണ് ഗൈസ്. ഗൈസ്, പിന്നെ നമ്മളുടെ വണ്ടി നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളുടെ വണ്ടിക്ക് അത് KL01 M5. എൻ്റെ മോനെ കിട്ടില്ല വണ്ടി അല്ലേ. സോ ഗൈസ്, ഫസ്റ്റ് എൻ്റെ അടുത്തുള്ള കാറാണ് ഗൈസ് ഈ ഒരു മിനി കൂപ്പർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും എൻ്റെ കാറല്ല ഗൈസ്, എൻ്റെ സിസ്റ്ററുണ്ട്. സോ അവളുടെ വണ്ടിയാണിത്. കണ്ടില്ല, എനിക്ക് ഈ വണ്ടി കണ്ട് നല്ല ക്യൂട്ടായി തോന്നി. ഈ വണ്ടിയുടെ നമ്പർ KL18AA601 ആണ് ഗൈസ്. സോ ഇതാണ് ഗൈസ് ഒരു വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല, ആകെ ചെയ്തിട്ടുള്ളത് ഒരു സ്പോയിലർ, പിന്നെ ടയർ, പിന്നെ ഈ ഒരു റൂഫ് മാത്രം ബ്ലാക്ക് അടിച്ചു, അത്രയേ ചെയ്തിട്ടുള്ളൂ. സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം ഗൈസ്. അത് കുറച്ച് പാടിപ്പോയി ഗൈസ്, അത് അറിയാണ്ട് ഞാൻ പാർക്കിലിടുന്നതിന് പകരം റിവേഴ്സിലായി പോയിട്ടത്. പക്ഷെ അത് കുഴപ്പമില്ല എന്തായാലും. സോ നമുക്ക് ഈ സൗണ്ട് കേൾക്കണ്ടേ. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അതാണ് ഈ വണ്ടിയുടെ സൗണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് വെഹിക്കിൾ ഗൈസ്. സോ നെക്സ്റ്റ് നമ്മളുടെ അടുത്ത് പണ്ടൊരു ട്രക്ക് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലേ ഗൈസ്. അതേ വണ്ടി അല്ല, ആ വണ്ടി നമ്മൾ വിറ്റു ഗൈസ്. ആ വണ്ടി വിറ്റ് ഒഴിവാക്കിയിട്ട് അതിന് പകരം പുതിയൊരു ഹൈലക്സ്. എൻ്റെ മോനെ, ഈ വണ്ടി കാണാൻ എന്താ രസം. ഈ വണ്ടി കാണാൻ അല്ലേ, ഒരു സൈഡിൽ ഒരു ആനിമേഷൻ പറഞ്ഞിട്ടില്ലേ, ഡുവൽ കളറാക്കിയപ്പോൾ ഒരു ആനിമേഷൻ നല്ല രസമുണ്ട് ഗൈസ്. രണ്ട് കളറുണ്ട് കേട്ടോ, ബ്ലാക്കും ഒരു റെഡും പോലെയാണ് ഗൈസ്. പിന്നെ ഒരു GR സ്പോർട്ട് ടൊയോട്ട KL09 M5 ആണ് ഗൈസ് നമ്പർ. ഗൈസ്, നമ്മൾ ആ മിനി ഒഴികെ ബാക്കി എല്ലാ വണ്ടിക്കും നമ്പർ M5 ആണ് ഗൈസ്. M5 നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, ആ പണി മൂവിയിലുള്ള, പണി എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയില്ലേ, ആ ഒരു സിനിമയിലുള്ള ആ ഒരു M5 അല്ല ആ BMൻ്റെ നമ്പറാണ് ഗൈസ്. ആ BM നമ്മുടെ അടുത്തുണ്ട് ഗൈസ്, അതാണ് മെയിൻ. മോനെ, അത് കിട്ടില്ല സാധനം കേട്ടോ. സോറി ഗൈസ്, അത് ചെറുതായിട്ടൊന്ന് കയറിയപ്പോൾ തന്നെ മുന്നോട്ട് പോയി. എന്താണ് ഈ വണ്ടിയെല്ലാം അങ്ങോട്ട് ഓണായിട്ട് പോകണം, എഞ്ചിൻ ഓണാക്കിയിട്ടില്ല, അതിന് വിളിക്കുന്നു. ഷോ ഓക്കെ ഗൈസ്, സോ ഇതിൻ്റെ സൗണ്ട് എൻ്റെ മോന.
ഗൈസ് ഈ വണ്ടി വെച്ച് നമ്മൾ ഓഫ് റോഡൊക്കെ കയറുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും ഗൈസ്. സോ നമ്മളുടെ അടുത്ത വണ്ടിയായിട്ടുള്ള ഗോൾഫാണ് ഗൈസ്. ഈ വണ്ടിയുടെ പേര് തമ്പുരാൻ എന്നാണ് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ ആരും കോപ്പി അടിക്കുന്നതല്ല. നിങ്ങൾ അബിയോക്സിൻ്റെ ഒക്കെ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവൻ്റെ കൂടെ ഉള്ള ഒരാളുടെ പേരാണ് ഗൈസ് തമ്പുരാൻസ്. സോ ഞാൻ അത് കണ്ട് കോപ്പി അടിച്ചതല്ല ഗൈസ്. തമ്പുരാൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അത് മലയാളത്തിലെ ഒരു ഇതാണ് ഗൈസ്, വേർഡാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ തൂക്കി എന്നൊക്കെ എഴുതിയിട്ടുള്ള കിട്ടില്ല പറ്റില്ല. അടുത്തത് ഇതിൻ്റെ സൗണ്ടാണ് ഗൈസ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൗണ്ട് സോ ഗൈസ് അടുത്ത വണ്ടി ഒരു കിടില കേട്ടോ. ഇതാണ് ഗൈസ് നമ്മളെ എൻ്റെ മോനെ വണ്ടി എൻ്റെ ഫേവററ്റ് വണ്ടിയാണ് ഗൈസ്. ഇതിൻ്റെ പേര് സ്ട്രീറ്റ് സാമുറായി എന്നാണ് ഗൈസ്. ഇതൊരു തമിഴ്നാട് രജിസ്റ്റേർഡ് ആയിട്ടാണ് ഗൈസ് കൊടുത്തിട്ടുള്ളത്. TN37 M5 എന്ന്. സോ ഇത് കണ്ടില്ലേ, JDM ജപ്പാൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. എൻ്റെ മോനെ വണ്ടി വെറുതെ സീനാട്ടോ ഗൈസ്. വെറുതെ സീന് വണ്ടി. എൻ്റെ അമ്മ ഇമ്മാതിരി പവർ ഈ വണ്ടിക്ക് എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച പോലില്ല ഗൈസ്. സോ ഇതിൻ്റെ സൗണ്ട് കേൾക്കണ്ടേ? Let's go. സോ ഗൈസ് അടുത്ത് നമ്മളുടെ അടുത്തുള്ളത് അൽഫ റോമിയാണ് ഗൈസ്. ഈ വണ്ടി അങ്ങനെ കേരളത്തിൽ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഈ ബ്രാൻഡ് ഇന്ത്യയിലുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞു കൂടാ, ചിലപ്പോൾ ഉണ്ടാവും ഗൈസ്. സോ ഇതിൻ്റെ സൗണ്ട് ഇതിൻ്റെ സ്റ്റാർട്ട് സൗണ്ട് തന്നെ നല്ല സൗണ്ട്. സോ ഇതിൻ്റെ സൗണ്ട് എൻ്റെ അമ്മ ആ സൗണ്ട് നല്ല സൗണ്ട് അല്ലേ. സോ അടുത്തതായിട്ടുള്ള വണ്ടിയാണ് ഗൈസ് നമ്മളുടെ ഓൾ ടൈം ലെജൻഡ്. എൻ്റെ മോനെ BMW. നമ്മളുടെ ആ പണി സിനിമയിൽ വന്നിട്ടുള്ള വണ്ടിയില്ലേ, അതേ സാധനം ഗൈസ്. അതേ നമ്പർ പ്ലേറ്റ് അതേ സാധനമാണ്. പക്ഷേ പിന്നിൽ ഞാൻ എക്സ്ട്രാ ആയിട്ടൊരു JDM പവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു രസത്തിന് വെറുതെ ഇരുന്നപ്പോൾ ഒരു വർക്കും ഈ വണ്ടി ചെയ്തായിരുന്നില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ മനസ്സിലാവും ഗൈസ്. ഇവിടെ കണ്ടില്ലേ. സോ ഈ വണ്ടീൻ്റെ സൗണ്ട് എൻ്റെ അമ്മ ഈ വണ്ടി കാണാൻ തന്നെ സീന് സാധനല്ലേ. ഓ എൻ്റെ സോറി എൻ്റെ മോനൂസേ. സോ ഇതിൻ്റെ സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചേരാം. സോ ഇത് അടുത്തൊരു റൈഡ് പോകണമെന്നുണ്ട് എനിക്ക്. സോ ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് അവർ BMW. ഈ വണ്ടി എന്ത് ജാതി പവറുണ്ട്. ഇത് സ്റ്റോക്കിൽ തന്നെ നല്ല പവറുണ്ട്. പക്ഷേ ഇത് ഞാൻ നല്ല രീതിക്ക് അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ്. മോനെ എൻ്റെ ആ ചാടി കണ്ട ഈ വണ്ടി എൻ്റെ കട ചാടുവാണ്. എൻ്റെ മോനെ വണ്ടി എടുത്തിട്ട് ചാടുവാണ് ഈ സാധനം. വണ്ടിയൊക്കെ വളരെ ഇഷ്ടമായി കേട്ടോ. എന്തോന്ന് ഗൈസ് ചെറിയ ലോഡിങ് പ്രോബ്ലംസ് ഉണ്ട് ഗൈസ് ഈ ഒരു ഗെയിമിന്. കണ്ടില്ല ഗൈസ്, മുന്നിലൊന്നും റോഡ് പോലും ഇല്ല. അതങ്ങനെയാണ് ഗൈസ്. എന്താന്ന് പറഞ്ഞോടാ, മെല്ലെ അത് ലോഡായി വരുത്തും. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് പോയാൽ ലോഡാവും, ഇല്ലെങ്കിൽ അത് ലോഡാകത്തില്ല. അതെന്ത് ജാതി ബഗ്ഗാണ് അത്. അതിങ്ങനെയാണ്. അപ്പം ഞാൻ അമർത്തി വിട്ടത് നല്ല സ്പീഡാകും കേട്ടോ. എൻ്റെ അമ്മ അതിൻ്റെ ഉള്ളിൽ തന്നെ അടിച്ച വണ്ടിയുടെ ഗ്ലാസ്സിന് പൊളിഞ്ഞു കേട്ടോ. പക്ഷെ ഈ വണ്ടി ശരിക്കും ചവിട്ടി കൊടുത്തല്ലേ, ജാതി പവറാണ് ഈ സാധനത്തിന്. സോ ഒരു കാര്യം ചെയ്ത് നമുക്ക് സ്ട്രെയിറ്റ് ഈ വണ്ടി എടുത്തങ്ങ് എയർപോർട്ടിന് അങ്ങോട്ടേക്ക് വിടാം.
അവിടെ ആകുമ്പോൾ നല്ല നമുക്ക് കറക്റ്റ് നമ്മളുടെ സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകും. അതാണ് ബെസ്റ്റ് സ്ഥലം. പക്ഷെ ഇതെന്താണ് ഇത് ഇഞ്ചാതി ബഗ് ഞാൻ ഇതുവരെയായിട്ട് ഈ ഗെയിമിൽ കണ്ടിട്ടില്ല. അവിടെ ഇതെന്താണിത് അടി? അല്ലെങ്കിൽ ഇത് നല്ലൊരു ഗെയിമല്ലേ? ഇതിൽ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടില്ലേ ഗൈസ്? അത് ലോഡ് പോലും ആവുന്നില്ല. എങ്ങാനും നമ്മൾ പറപ്പിച്ച് വിട്ടിട്ട് ലോഡാവാത്തതിൻ്റെ ഉള്ളിൽ പോയി വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. സോ ഗൈസ് ലെറ്റ് സ്റ്റാർട്ട്. ഗൈസ് നിങ്ങൾ ഈ അതുകൊണ്ടാ ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ടല്ലേ, ഇവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് സ്പീഡ് കാണാൻ പറ്റും. സോ റെഡി 1 2 3 സ്റ്റാർട്ട്. പക്ഷെ ഇതിലും പവറിൽ പോകും. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ആക്സിലേഷൻ തെറ്റിപ്പോയി. അതിൻ്റെയും പിന്നെ ചെറിയ ലാഗും ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് കണ്ടില്ലേ വണ്ടി അതിൻ്റെ ഇഷ്ടത്തിനാണ് വണ്ടി പോകണത്. കണ്ടോ എൻ്റെ പോലെ സ്പീഡ് നോക്കി ഇതാണ് സ്പീഡ്. എൻ്റെ നമ്മുടെ ഗരാജിലുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. അയ്യോ ചേട്ടാ ചത്ത ഇവൻ ചത്ത എൻ്റെ മോനെ. അയ്യോ ഗൈസ് ഇത് എടാ നമ്മളെ ബി എമ്മില്ല. എടാ എൻ്റെ ബി എം ചേടാ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചപ്പോഴത്തേക്കും. അയ്യോ ഗൈസ് അതെന്തായാലും നല്ല ഇടിയായിരുന്നു. വണ്ടി ഇറക്കിയതേ ഉള്ളു. പണിത് വണ്ടി ഇറക്കിയപ്പോൾ തന്നെ വണ്ടി അടിച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു പബ്ലിക് സെർവറിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോണേ ഗൈസ്. അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കോ. സോ ഗൈസ് നമുക്ക് ഓഫ് റോഡ് സെർവറിലേക്ക് പോകാം ഗൈസ്. അതാണ് വേ ബെറ്റർ. ഓഫ് റോഡ് സെർവറിൽ ഇവിടെ ആടെയൊന്നും ഒരുത്തും വായ തുറക്കത്തില്ല, വെറുതെ അങ്ങും ഇങ്ങും ഓടിക്കും. അത് മറ്റേ അമേരിക്കൻ സെർവറിൽ ഇംഗ്ലീഷ് സെർവർ സോറി ഗൈസ്, ഇംഗ്ലീഷ് സെർവറിൽ ഓഫ് റോഡ് അല്ല. അപ്പോൾ ഹൈലക്സ് എടുത്തേക്കാം. എൻ്റെ പോലെ നമ്മുടെ ശരിക്കും അവിടെ തന്നെ ഉണ്ട് നോക്കണം. അതെന്തോന്നും തിരിച്ചെടുത്തില്ലേ ഷോ. ഇനി അത് ഞാൻ തന്നെ എടുത്ത് നോക്കണം. എന്തെങ്കിലും ആവട്ടെ. ബസ്സറോ ഓഫ് റോഡ് ഗൈസ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഗെയിം ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് നമുക്ക് കളിച്ച് നോക്കാം ഗൈസ്. ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ ഫേവറേറ്റ് ഗെയിം അത് കമൻറ്റ് ചെയ്യും. പിന്നെ ഈ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ID പിൻ ചെയ്താൽ മതി ഗൈസ്. പിന്നെ നിങ്ങളുടെ ID നമ്മളെ വാട്സാപ്പ് ഇതിലെനിക്ക് ഇട്ടാൽ മതി ഗൈസ്. നമ്മുടെ വാട്സാപ്പ് ചാനലിൽ വാട്സാപ്പ് ചാനലിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല, അതെ ഗൈസ്. സോ നമ്മൾ എന്തെങ്കിലും ഈ വീഡിയോ ഇടാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും, വാട്സാപ്പ് ചാനൽ ഐ മീൻ. സോ നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി ചെക്കൗട്ട് ചെയ്തേക്കുക. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം ഗൈസ്. എന്നുവെച്ചാൽ വീഡിയോ ഇങ്ങനത്തെ ഗെയിമിംഗ് അല്ല, ലൈക്ക് എന്തെങ്കിലും ന്യൂ അപ്ഡേറ്റ്സ് അബൌട്ട് ദ കാർസ്. ലൈക്ക് ഇപ്പോൾ നമ്മളെന്തെങ്കിലും വണ്ടിയിൽ അടുത്തേതെങ്കിലും വണ്ടി വാങ്ങിയാൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ വന്ന വണ്ടികളൊന്നും ഞാൻ എന്ത് പറയണ ലൈക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വേണ്ടാന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഗൈസ്. ബിക്കോസ് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഗൈസ് നമുക്ക് എത്ര പേരുണ്ടെന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. 5 പേരേ ഗൈസ് ഉള്ളൂ. അതൊന്നും തോന്നുന്നു. ഷോ ഇതൊന്നും വേണ്ട. പോടേ 4 പേരായി ഗൈസ് സെർവറിൽ. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ ഞാൻ വന്നപ്പോൾ സെർവർ ഫുള്ളായിരുന്നു. ലൈക്ക് 20 പീപ്പിൾസ് ഉണ്ടായിരുന്നു ഗൈസ്. സെർവർ ഫുള്ളായിരുന്നു സെർവർ. എവിടെ നോക്കിയാലും പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ ഈ റോഡിൽ കൂടെ പോകണമെന്നൊരു രസമില്ല, ഒരു ഫണ്ണില്ല. സോ നമുക്ക് അടുത്ത ഒരു എക്സ്ട്രീം ഓഫ് റോഡ് തന്നെ പിടിക്കണം. ഇതുപോലെ എൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് നോക്കാം. ഇറക്കത്ത് തന്നെ നല്ല ചാട്ടം ചാടിട്ടോ. ഇങ്ങോട്ടേക്ക് എന്തൊക്കെ ഏറ്റവും ഞാൻ വിചാരിച്ചു മാപ്പിൽ ഓടായിട്ടില്ലെന്ന്.
ലോഡായിട്ടില്ലെങ്കിൽ നമ്മൾ ചത്താനെ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മോനെ ഗൈസ് ഹെവി ഓഫ് റോഡ് കേട്ടോ കിടില നല്ല ചാട്ടമൊക്കെ ഉണ്ട് എനിക്കിങ്ങനെയാണ് ഗൈസ് ഇതെന്താണെന്ന് പറഞ്ഞോളൂ ഈ ഓഫ് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഈ റോട്ടിൽ കൂടെ പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരുമാതിരി ബോറാണ് മെയിൻലി ഇമാതിരി ഓഫ് റോഡ് സാധനമൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ റോട്ടിൽ കൂടെ പോകുന്നത് വെച്ചാൽ ഒരു ഫണ്ണില്ല ഗൈസ് അതല്ലേ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ മലയും കുന്നിലും കയറാമെന്ന് വിചാരിച്ചത് പക്ഷെ ഇവിടെ ഒന്നും റോഡ് കാണുന്നില്ലടേ അതാണ് കുഴപ്പം പക്ഷെ എൻ്റെ മോനെ സാധനം കിടിഞ്ഞ കേട്ടാ നമ്മളെ അടുത്തുള്ള വണ്ടി എല്ലാം കിടില അങ്ങനെ ഒന്നും പറയാനില്ല സാധനം എൻ്റെ മോനെ ഓ പോലെ ഇപ്പൊ ചത്തൻ കേട്ടോ ജസ്റ്റ് മിസ് പോയാനെ ഇത് ഹൈലക്സ് വേറെ സാധനം കേട്ടോ ഹൈലക്സ് നിങ്ങളിപ്പോൾ നല്ലൊരു ഓഫ് റോഡ് വണ്ടിയാണ് ഈ ഗെയിമിൽ തേടുന്നെങ്കിൽ ഓക്കെ ഐ ട്രൂലി പ്രിഫർ യു ദ ഹൈലക്സ് ഗൈസ് ബിക്കോസ് ഹൈലക്സ് വെറും 500 കോയിൻസിൻ്റെ കാറാണ് ഗൈസ് കോയിൻ കാറാണ് ബട്ട് സ്റ്റിൽ ജസ്റ്റ് 500 കോയിൻസ് മാത്രമേ ഉള്ളൂ ഗൈസ് വണ്ടിക്ക് സോ ഐ പ്രിഫർ യു ദിസ് തിങ് സോ വെരി ഗുഡ് ചോയ്സ് ഫോർ യു ഗൈസ് എൻ്റെ മോനെ കുത്തനുള്ള കയറ്റം കണ്ടില്ലേ സോ ഈസി ഇത് നമുക്കൊന്നും അല്ലെന്നാണ് ഗൈസ് ഒന്നും അല്ലതൊന്നും എൻ്റെ മോനെ ഓ പോയോ സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും നോക്കണ്ട ഗൈസ് ഇപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഗൈസ് അത് ഉറപ്പാണ് പറഞ്ഞു നാവെടുത്തില്ലേ ഡേ ചതിക്കലടേ കയറേ അത്രയുള്ളൂ എൻ്റെ മോനെ പൊളിച്ചിട്ടാ ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ചേക്ക് ഗൈസ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ഞാൻ നേരത്തെ കുറച്ച് ദിവസം മുന്നേ ഇട്ടൊരു ഷോർട്സിന് വരെ 1.5K ആണ് ഗൈസ് വ്യൂസ് വന്നത് പക്ഷേ ലൈക്സ് തീരെ കുറവായിരുന്നു സോ ഡിസപ്പോയിൻറ്റിങ് ഗൈസ് സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ വാട്സപ്പിൽ നമ്മളുടെ ചാനലുണ്ട് ഗൈസ് വാട്സാപ്പിലൊരു ചാനലുണ്ട് സോ അതും കയറി അങ്ങ് ഫോളോ ചെയ്തേക്കുക ഗൈസ് നമുക്ക് ഇൻസ്റ്റൊന്നും ഇല്ല അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ വാട്സപ്പ് ചാനലൊക്കെ തുടങ്ങണേ അപ്പോൾ അതെങ്കിലും പോയി ഒന്ന് ഫോളോ ചെയ്തേക്കണം എൻ്റെ മോനെ വണ്ടി കാട്ടിലേക്കൊക്കെയാണ് ഗൈസ് എന്തോ പറയുക അത് ഓഫ് റോഡ് ആയതുകൊണ്ടാണ് ഗൈസ് വണ്ടി ഇങ്ങനെ എൻ്റെ മോനെ ഇതിൽ അഴുക്ക് നോക്കി ജാതി കേട്ടോ വണ്ടി ഞാൻ ഇൻറ്റീരിയറൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല അത് ഈ ഫോണിൽ ഞാൻ അങ്ങനെ ഗെയിം കളിക്കാറില്ല ഗൈസ് അതുകൊണ്ടാണ് ഗൈസോ നമ്മൾ CPM 1 ഗൈസ് ഈ പോലെ കളിക്കുന്നില്ല ഗൈസ് ഞാൻ എനിക്ക് എന്താണെന്ന് പറഞ്ഞൂടാ ഒരുമാതിരി മൂഡില്ല ഗൈസ് ആ ഗെയിം കളിക്കാൻ എനിക്കാണെങ്കിൽ ആ ഗെയിമിൽ ഫ്രണ്ട്സും ഇല്ല ഒരു ഫണ്ണില്ല ഗൈസ് ആ ഗെയിമിൽ എനിക്ക് എന്താണെന്ന് പറഞ്ഞൂടാ അതിൽ മണി ഉണ്ടാക്കലും ഇതിനെക്കാട്ടും ഒരുമാതിരി കഷ്ടമായിട്ട് തോന്നുന്നുണ്ട് പ്ലസ് ഈ ഗെയിമിൽ എനിക്ക് കുറച്ചുകൂടെ ഗ്രാഫിക്സും എല്ലാം കുറച്ചുകൂടെ ഒന്ന് ഇഷ്ടമായി പക്ഷെ അത് നോട്ട് നൈസ് ഗൈസ് ഗൈസ് ഇവിടെ വേറെ ഏതൊരു പ്ലെയർ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇവിടെ ഏതോ വേറെ പ്ലെയർ ഉണ്ടെന്നാണല്ലോ എൻ്റെ ഞാൻ തോന്നുന്നു ചേട്ടാ അതാര് ചേട്ടാ ഇതാരാ പക്ഷെ എൻ്റെ മോൻ ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ട് ഗൈസ് ഇത് മുനാന എന്നാണ് ഗൈസ് പേര് ഞാൻ എന്തായാലും ഒരു തംസപ്പ് ഇട്ട് നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും എന്തായാലും ബ്രോ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ നമ്മളെ വണ്ടി കയറുന്നില്ല മോനെ ഓക്കെ ഗസ് കിട്ടി ഇത് ഹൈലക്സ് ആണ് അങ്ങനെ കയറാണ്ടൊന്നും ഇരിക്കത്തില്ല അവൻ്റെ അടുത്തുള്ള കിട്ടില്ല കേട്ടോ റാപ്റ്റർ എൻ്റെ അവനെ റാപ്റ്ററും ഇതേപോലത്തെ പൊളി വണ്ടി തന്നെയാണ് ബട്ട് സ്റ്റിൽ ഞാൻ ഇതുവരെയായിട്ട് റാപ്റ്റർ ഓടിച്ചിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഗൈസ് ഞാൻ റാപ്റ്ററിൽ ഇതേപോലെ ഓഫ് റോഡ് കുന്ന് കയറിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഐ ഡോണ്ട് പ്രിഫർ യു ദാറ്റ് ബിക്കോസ് ഞാൻ ഇതുവരെയായിട്ട് ഓടിച്ചിട്ടില്ല അതുകൊണ്ട് അതെങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ
ഞാൻ അതിൻ്റെ പാസഞ്ചർ സീറ്റിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. ആ വണ്ടി ഓടിച്ചിട്ടോ ഒന്നുമില്ല ഗൈസ്. അതുകൊണ്ട് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ് കാർ. പക്ഷേ അതിൻ്റെ ആ ഇതിൽ നല്ല കംഫർട്ടുണ്ട് കേട്ടോ. സീറ്റിലൊക്കെ ഒരു ആട്ടവും കുലുക്കും ഒന്നുമില്ല ഗൈസ്. നല്ല രസമുണ്ട് ആ വണ്ടി. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അത് ഞാൻ വേണമെന്ന് പറയുന്നില്ല. പക്ഷേ ഐ ഡോണ്ട് പ്രിഫർ യു, ബിക്കോസ് എനിക്ക് ആ വണ്ടിയൊന്നും അറിഞ്ഞുകൂടാ, ഞാനത് കളിച്ചിട്ടില്ല. ബട്ട് ഇത് എനിക്ക് അങ്ങനെയല്ല ഗൈസ്. ഇത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ വണ്ടിയാണ്. അതുകൊണ്ട് ഐ ലൈക്ക് ദിസ് തിങ് ഗൈസ്. സോ ഗൈസ് ഞാനിവിടെ ഒന്ന് വണ്ടി സൈഡാക്കട്ടെ. എൻ്റെ മോനെ അതെവിടെ നിന്നാണോ ഗ്ലാസ്സിലും പൊളിഞ്ഞു പോയത്? ഗ്ലാസ്സിലും പൊട്ടിയിട്ടോ വണ്ടിയുടെ. ഷടാ എടാ ഇവനിതാരടാ. യെസ്, എനിക്കെന്തോ ഇവിടെ നിൽക്കണം നല്ലൊരു സീരിയസ് ഇല്ല. സോ ഞാൻ വണ്ടി സ്ട്രൈറ്റ് ഒന്ന് തിരിക്കുകയാണ്. പക്ഷേ ഓക്കെ ഗൈസ് അവൻ പോയിട്ടുണ്ട് തോന്നണ്. എടാ അവൻ ഞാൻ പേടിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനാണിങ്ങനെ നിൽക്കുവാണ്. അതെനിക്ക് എന്താണ് അവൻ്റെ ഉദ്ദേശം? അതാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. ഞാനാണെങ്കിൽ ഈ വണ്ടി ഇതുവരെയായിട്ട് യൂട്യൂബിൽ റിവ്യൂലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബർ ആണെങ്കിൽ അവൻ ഈ വണ്ടി അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? ഞാൻ ഇതുവരെയായിട്ട് ഈ വണ്ടി യൂട്യൂബിലോ ഇല്ലെങ്കിൽ വേറെ ഒരു ഇതിലോ കാണിച്ചിട്ടില്ല. സോ വാട്ട്സ് ഇറ്റ്? അവൻ വെറുതെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ അവൻ ഇവിടെ റോഡ് തന്നെ ഇല്ല, പക്ഷേ മാപ്പ് കാണിച്ചിട്ടുണ്ട്. മോനെ ഗസ് അതെന്തെങ്കിലും ആവട്ടെ, ചിലപ്പോൾ ഏതെങ്കിലും പ്ലെയർ ആയിരിക്കും, പറഞ്ഞൂടാ. എന്തെങ്കിലും ആവട്ടെ. മോനെ അവിടെ ഫുൾ കുഴിയാണ് കേട്ടോ. നോക്കിപ്പോയില്ലെങ്കിൽ കഥ അവിടെ തീരും. എൻ്റെ മോനെ ഒന്നും കാണുന്നു കൂടില്ല. എടാ ഇത് എന്താണ് ഒന്നും കാണുന്നു കൂടില്ലടാ. പിന്നെ നോക്കി മെല്ലെ. എടാ ഈ മരം കാരണമൊന്നും കാണുന്നില്ലടാ. ഓക്കെ എൻ്റെ മോൻ എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. നല്ല കയറ്റാണ് കേട്ടോ. പക്ഷെ ഒരു സ്ട്രഗിളും ഇല്ലാണ്ട് കയറുന്നുണ്ടില്ല. ദാറ്റ്സ് വൈ സജസ്റ്റ് യു ദിസ് കാർ ഗൈസ്. നമ്മൾ റോഡൊക്കെ വിട്ടു കേട്ടോ. ഇത് ഏതോ കുന്നാണ്. എന്തായാലും ഹൈലക്സ് അല്ലേ ഇരിക്കണേ. അപ്പോൾ പറഞ്ഞ് വായ എടുത്തില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒന്ന് കുടുങ്ങണോ? ഇത് നമുക്ക് വേറെ ഒരു വഴിയില്ല. നമുക്ക് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഈ വണ്ടി ചിലപ്പോൾ എടുക്കേണ്ടി വരും. സോ ഗൈസ് എനിക്കറിയാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ വിളിച്ച് നോക്കട്ടെ. സോ അവനെ വിളിച്ച് വണ്ടി പുറത്തെടുത്തിട്ടാണ്. സോ ഗൈസ് അവനങ്ങനെ വിളിച്ചിട്ട് നമ്മൾ വണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ അങ്ങനത്തെ ഓഫ് റോഡ് പോകുന്നില്ല ഗൈസ്. ഇനി വെറുതെ റോഡും പിടിച്ച് പോകുന്നേ ഉള്ളൂ. വേറെ ഗൈസ് ആരുമില്ല ഗൈസ്, എല്ലാവരും പോയി കേട്ടോ. നമ്മളൊരു നല്ലൊരു യൂട്യൂബർ വന്ന് നോക്കിയപ്പോൾ ഒരുത്തിന് ഇവിടെ വേണ്ട. അതെന്ത് കളി ഇത്? എല്ലെണ്ണം പോയടാ. എൻ്റെ നിക്ക് ഗൈസ്. സോ നമ്മൾ അടുത്ത ഇനി വരാൻ പോകുന്ന വീഡിയോ നമ്മളുടെ ബസ്സിൻ്റെ ആയിരിക്കും ഗൈസ്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അല്ല, ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് ഗൈസ്. സോ അടുത്ത ആ വീഡിയോ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഗെയിം കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഗൈസ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഗൈസ്, അതാണ് നല്ലതെന്ന് തോന്നുന്നു ഗൈസ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ ആൻഡ് പീസ്.